ഹേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 3 days ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു കേക്കാണ് ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സർപ്രൈസ് ആയിട്ട് എൻ്റെ ചേട്ടനെ ഇവിടെ എൻ്റെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബർത്ത്ഡേ സർപ്രൈസ് വ്ളോഗിലേക്ക് സ്വാഗതം. കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഫോണ്ടൻ്റാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, ഇതിനൊരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടൊരു ഏകദേശം അളവിൽ ജെലാറ്റിനും അതേ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് മാറ്റി വയ്ക്കുക. 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കേണ്ടത്. അത് പൊടിച്ച് വെച്ചിരുന്നാൽ നിങ്ങൾ ഒന്നും കൂടി ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ അരിച്ചെടുക്കുക. ഇതെടുത്തത് കൂടിപ്പോയപ്പോൾ ഞാൻ ചെറിയൊരു പോർഷനായിട്ട് എടുത്തിട്ട് ഈ 1 കപ്പോളം അരിച്ച് എടുക്കണം. ഇനി നമ്മൾ കോൺ സിറപ്പാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പൊടിക്കാത്ത നോർമൽ പഞ്ചസാര എടുത്ത് അതേ അളവിൽ 1 കപ്പ് വെള്ളം കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് എടുക്കണം. ഇതിനി ഹീറ്റ് ചെയ്ത് ഒന്ന് തിളച്ച് വരുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക. കുരു മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എടുത്ത് മാറ്റണം, കാരണം എനിക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് പുഴിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഒഴിക്കുക. അപ്പം ഇതിങ്ങനെ തിളച്ച് കുറുകി വരുന്ന ടൈമിൽ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത്, പച്ചവെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ അത് താഴെ നമുക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇട്ടിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്ത് അത് നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ ഇങ്ങനെ വരും. ആ ഒരു ടൈമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ജെലാറ്റിന് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പം ഈ ഒരു ടൈമിൽ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അത് അതേപോലെ തന്നെ ഡയറക്റ്റ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇളക്കി കൊടുക്കുന്ന ടൈമിൽ അതിങ്ങനെ ഉരുക്കി ഒരു തിക്കായിട്ടുള്ള ഒരു വെള്ളം രൂപത്തിലേക്ക് ഇതിങ്ങനെ ആയി വരും. ആ ഒരു സമയത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, പഞ്ചസാര ലായനിയുടെ ആ ഒരു സിറപ്പ്, അത് ജസ്റ്റ് ഒന്ന് കട്ടയായിട്ട് വന്ന് കാണും. അത് കുറച്ച് ഇങ്ങനെ എടുത്ത് നമ്മൾ ഈ ഒരു മിശ്രിതത്തിലേക്ക് ചേർത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആവുന്ന സമയത്ത് പിന്നെ അതൊരു ലൂസായിട്ടുള്ളൊരു പരുവത്തിൽ നമുക്ക് നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിൽ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു സംഭവം, ഇതാണ് കോൺ സിറപ്പ് ഉണ്ടാക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പം വാനില എസൻസ് ഓപ്ഷണലാണ്. ഇതിൻ്റെ ടേസ്റ്റ് മിക്കവർക്കും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുക. നേരത്തെ നമ്മൾ അരിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര പൊടിയിൽ നിന്ന് 1 കപ്പോളം മാറ്റി വയ്ക്കുക. ഒരുമിച്ച് നമ്മൾ ആ ഒരു സിറപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇടരുത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ ഒരു ശകലം, അത് ഓപ്ഷണലാണ്, ഇടണമെന്നില്ല. ഞാൻ കുറച്ച് കോൺ സിറപ്പ് ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു സിറപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പയ്യെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട്, ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഒരുമിച്ച് കൈകൊണ്ട് മാവ് കുഴയ്ക്കുന്ന പോലെ ചെയ്യരുത്. മാവ് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് അത് റൗണ്ട് ചെയ്ത് എടുക്കുക. ലാസ്റ്റ് നമ്മൾ മാവ് കുഴച്ച് വെച്ചേക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എൻഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ എടുത്തിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് ഒരു പേപ്പർ, അത് നിങ്ങൾക്ക് ബട്ടർ പേപ്പറോ പ്ലാസ്റ്റിക് പേപ്പറോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോളിൽ ഇത് അടച്ചു വയ്ക്കുക. ഒരു കാരണം വെച്ചാൽ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കരുത്, നിങ്ങൾ പുറത്ത് വേണം വെച്ചേക്കാനായിട്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് കളർ ആഡ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം ഇത് തലേ ദിവസം റെഡിയാക്കി വെച്ചതിന് ശേഷം പിറ്റേന്ന് എടുക്കുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബേസാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ന്യൂട്രിയുടെ ഈ ബിസ്ക്കറ്റും എലൈറ്റിൻ്റെ ഈ ഡ്രീം കേക്കും ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാനിത് ചോക്ലേറ്റും അതുപോലെ തന്നെ ക്രീമിൻ്റെയും 2 ലെയറായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
ബിസ്ക്കറ്റ് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ഈ ബിസ്ക്കറ്റ് ന്യൂട്രിയുടെ ബിസ്ക്കറ്റാണ് ബെസ്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ബോളിലേക്ക് പൊടിച്ചിട്ടതിന് ശേഷം ഇതൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. ഭയങ്കര തിൻ പൊടി അവിടെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഈ ഒരു കേക്ക് മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ അപ്പം ട്രേയുടെ ഒരു താഴത്തെ ഭാഗം ഇളക്കിയെടുത്തതിന് ശേഷം അവിടെ നന്നായിട്ട് ബട്ടർ തേച്ച് പിടിപ്പിക്കുക. ഈസി ആയിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ തേക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റ് പൊടിയിലേക്കും ബട്ടർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇതൊരിക്കലും ലൂസാക്കി അങ്ങനെ എടുക്കേണ്ട, ആവശ്യാനുസരണം ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഈ ട്രേയിലേക്ക് ബിസ്ക്കറ്റ് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് കൈ കൊണ്ട് അമർത്തി അതിൻ്റെ അകത്തേക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് അമർത്തി എടുക്കുക. കൈ കൊണ്ട് അമർത്തിയാൽ മാത്രമേ ഇത് സെറ്റ് ആവത്തില്ല. അപ്പോൾ നമ്മളൊരു ഗ്ലാസ്സോ ബൗളോ എന്തെങ്കിലും എടുത്തതിന് ശേഷം പയ്യെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ട് ആ ബിസ്ക്കറ്റ് നമ്മൾ ആ ബൗളിൽ നിന്ന് ഇങ്ങനെ ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഴാത്ത രീതിയിൽ അത്രയും നന്നായിട്ട് സെറ്റായിട്ട് വരും. എലൈറ്റിൻ്റെ കേക്കാണ് നമുക്ക് അടുത്ത് പൊടിച്ചെടുക്കേണ്ടത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് കേക്ക് കൂടെ ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്ത് ഒരു ലെയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എനിക്കിത് പല ലെയറായിട്ട് കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് രണ്ടാമത്തെ ലെയറായിട്ട്. അത് മാത്രമല്ല ഈ കേക്ക് എടുക്കുന്നത് ജസ്റ്റ് ഓപ്ഷണലാണ്, ഞാനത് അഡീഷണലായിട്ട് ആഡ് ചെയ്തേക്കുന്നതാണ്. കാരണം അതിൻ്റെ ടേസ്റ്റ് എനിക്ക് കുറച്ചും കൂടി ഒരു കേക്കിൻ്റെ ഫ്ലേവറും കൂടി കിട്ടണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു എലൈറ്റിൻ്റെ കേക്ക് എടുത്തേക്കുന്നത്. അതും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുക്കുക. ബൗളിൽ നിന്ന് വീഴാത്ത രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ ഈ കേക്കും. അതിനുശേഷം ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക, ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പം ഈ സമയത്ത് നമ്മളൊരു ബൗൾ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് ചീസ് ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു ചീസ് ക്രീമിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ക്രീം നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതൊരു ക്രീം രൂപത്തിലേക്കായിട്ട് വരും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നോർമൽ പഞ്ചസാര ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് ഈസി ഫോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ മിക്സ് ചെയ്യുമ്പം ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ കറക്റ്റ് മിക്സ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്തേക്ക് വാനില എസൻസ് ഓപ്ഷനിലാണ്, ഒഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി മേക്ക് ചെയ്തപ്പോഴത്തേക്ക്. കാരണം എസൻസ് ഒന്നുകിൽ നിങ്ങൾ കുറച്ച് ആഡ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. വാനില ഫ്ലേവർ വരാതെ ആ ഒരു ക്രീം ഫ്ലേവറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ആ 2 ലെയർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പറയുകയാണ്. അപ്പം ഇതും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മതി. ആഡ് ചെയ്തതിന് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതിൻ്റെ അകത്തേക്ക് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം 1 ബോട്ടിലോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വിപ്പിംഗ് ക്രീമും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിതകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. കുറച്ച് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്ത് ഇതിന് ഞാൻ ഒരു ബൗൾ എടുത്ത് മാറ്റി വെക്കുന്നത്. എനിക്ക് കുറച്ച് ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് അതിന് ശേഷം ഈ ഒരു ക്രീമിൽ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഉരുക്കിയ ചോക്ലേറ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് അല്ല, നിങ്ങൾക്ക് ഈ ക്രീം മാത്രമായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റ് നമ്മളുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേക്കിലേക്ക് ഒഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുത്ത് അത് മിക്സ് ചെയ്തായിട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഈ ഒരു ബേസ് ലെയർ എടുത്തതിന് ശേഷം ഈ ഒരു മിക്സ്ചറും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. കാരണം അത് നന്നായിട്ട് സെറ്റായി ആ ഒരു ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ ആ ഒരു ക്രീം നല്ല കട്ടിയിലാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പം കറക്റ്റ് നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടും. ഞാനിവിടെ 2 ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ചോക്ലേറ്റ് ആഡ് ചെയ്യാതെയും ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടും. പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ചൊരു വെപ്രാളത്തിലായിപ്പോയി. നമ്മുടെ ലാസ്റ്റ് ഒരു ഫൗണ്ടൻറ്റ് വെച്ചിട്ട് ഞാൻ ആ ഒരു ലവ് ഷേപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തെടുത്ത് ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനിയും ഇതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു തൊപ്പി ക്രിയേറ്റ് ചെയ്യാമെന്ന്, നമ്മുടെ ബർത്ത്ഡേ ക്യാപ്പ്. അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല ഹൈറ്റാണ്, തല കുറച്ച് വലുതാണ്. അപ്പം ആ സൈസിലൊരു ക്യാപ്പ് കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കളർ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ക്യാപ്പ്. അപ്പം ഞാനൊരു പ്രിൻസിൻ്റെ ഒരു ഫോമിൽ ഉള്ളൊരു ടൈപ്പ് ക്യാപ്പാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്യാപ്പ് മേക്ക് ചെയ്തെടുക്കുകയാണ് സ്വന്തമായിട്ട് തന്നെ. ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് വളരെ കുറച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ.
ഇനി ഡെക്കറേഷൻ പരിപാടികളാണ്. അപ്പോൾ ഞാനിതെല്ലാം തന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നമുക്ക് ബലൂണും എല്ലാം ആയിട്ടൊരു സെറ്റായിട്ട് തന്നെ വാങ്ങാൻ പറ്റും. ചെറിയ ബഡ്ജറ്റേ വരത്തുള്ളൂ. അപ്പം അതെല്ലാം ഞാൻ വാളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ സെൽഫായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ബലൂൺ പെരുക്കാനായിട്ട് എൻ്റെ അനിയൻ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ വിളിച്ചു. അപ്പം ഇതെല്ലാം പയ്യെ ഞാൻ എടുത്ത് ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. 2 ചുവരിലായിട്ട് ഇങ്ങനെ കോർണറായിട്ട് ഇങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒറ്റയ്ക്ക് അത് ഒട്ടിക്കാനൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ പക്ഷേ അതൊരു ചുവരിൽ തന്നെ ആയി. പിന്നെ ഇതിൻ്റെ കൂടെ 2 ബലൂൺ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു 250 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ്. ഇത്ര ബലൂണൊന്നും അല്ല, ആവശ്യം പോലെ ബലൂൺ ബാക്കിയുണ്ട്. പക്ഷെ ഞാൻ അത്ര മാത്രമേ ചെയ്തോളൂ. കാരണം പുള്ളിക്കാരൻ്റെ നിന്നൊക്കെ ഭയങ്കര ചമ്മലായിട്ടുള്ള ഇതാണ്. അപ്പം ഞാൻ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്തില്ല. അപ്പം ഒരു ചെറിയൊരു ഫോട്ടോയും ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടുള്ള ബലൂണൊക്കെ ഊതി വീർപ്പിച്ച് കട്ടിലൊക്കെ ഇട്ട് നല്ല രീതിയിലൊരു ഡെക്കറേഷൻ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രസമുണ്ടല്ലേ? അത്ര കുഴപ്പമില്ല. പനി മാത്രം ഇറങ്ങിവിട്ടണം. പനി മാത്രം ഇറങ്ങിവിട്ടു. പനി ഇറങ്ങി ഞാൻ പിടിച്ചു നോക്കി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? യെസ്. ഇതെന്തിനു വാങ്ങിക്കാൻ പോയത്? അത് കണ്ടില്ലടാ. എന്തിന്? ഇവന്റെ വകയായിട്ട് ബർത്ത്ഡേ ഉള്ളത് എഴുതിയ പിന്നെ വലിക്കില്ലേ? പുറത്തുനിന്നാണ് ചേച്ചി. അവിടെ ഇല്ലേ? ഓ എന്റെ വകയായിട്ട് ഷേ തിരിച്ചു കൊടുക്കണോ? അത് കൊള്ളാലേ. പ്രേമലേഖനം കൊള്ളാം. ഇന്നലെ മൊത്തം ഇരുന്ന് അവൻ കുത്തിയിരുന്ന് വരച്ചെഴുതിയതാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിയാനായിട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ ഫുൾ ഫാമിലി എന്ന് പറയുന്നത്. ഇത് ചേച്ചിയുടെ മകനാണ്. അപ്പോൾ എല്ലാവരും എന്നെ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ടിലിൻ്റെയൊക്കെ മുകളിൽ കൂടെ കയറി ചാടി അതിൻ്റെ അകത്തേക്ക് വന്നതാണ്. അപ്പോൾ ചേച്ചി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. Another year of life, let's make it great. With friends and family all around, we'll dance and sing, make joyful sounds. May every moment bring you happiness and fun. May all your dreams come true one by one. Let's raise a toast to the years that have passed, and cheers to the future, may it be a blast. Happy birthday to you. Happy birthday. Wishing all your dreams come true. May the laughter never end. Happy birthday, my dear. Oh yeah. I said, yeah. അച്ഛനും അമ്മയും കൂടി കുറച്ച് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ട് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞു. പിന്നെ സ്വീറ്റ് കുറച്ച് കൂടിപ്പോയെന്ന് പറഞ്ഞു. അത് മാത്രമേ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ സ്ഥലം ആറ്റിങ്ങലായതുകൊണ്ട് തന്നെ നല്ലൊരു കേക്ക് ഷോപ്പില്ല. അതുകൊണ്ടാണ് ഞാനിത് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ആരും അങ്ങനെ അത്ര കേക്ക് ലവേഴ്സും അല്ല. ട്രിവാൻഡ്രത്ത് പോയാൽ നല്ല കേക്കുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഫുഡ് കഴിഞ്ഞിട്ടുള്ള അന്തരീക്ഷമാണ്. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നല്ലൊരു ഡിന്നർ തന്നെ നമ്മളെല്ലാവരും കൂടി കഴിച്ചു. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ബൈ ബൈ.